ന്യൂ ജൻ, ഇസഡ് ജൻ ഇവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാലമാണ്. നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷേ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യവും അനിയന്ത്രിതമായ ജീവിതശൈലിയും കൊണ്ട് നശിക്കുന്നത് സ്വയമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ന്യൂ ജെന്നും ഇസഡ് ജെന്നും വന്നേ കഴിയൂ. അതിനകത്ത് ഒരു തർക്കവുമില്ല. വളരെ കൃത്യമായ ആരോഗ്യ പ്രശ്നങ്ങളാൽ പെട്ടെന്ന് തന്നെ നൈമിഷികമായി ജീവിതം അവസാനിപ്പിക്കേണ്ടുന്ന യുവത്വത്തിൻ്റെ നാടായി ഭാരതവും കേരളവും കർണാടകയും തമിഴ്നാടുമൊക്കെ മാറുകയാണോ എന്നുള്ളത് ആശങ്കയോടല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. സമ്പാദ്യശീലമില്ല മനുഷ്യൻ. എന്തിന് സമ്പാദിക്കണം? പെട്ടെന്ന് ജോലി ചെയ്യുക, പെട്ടെന്ന് കാശുണ്ടാക്കുക, പെട്ടെന്ന് ജീവിക്കുക, പെട്ടെന്ന് മരിക്കുക. എന്തിന് സമ്പാദിക്കുന്നു? സമ്പാദ്യശീലം കുറവാണ്. അതൊരു വലിയ വാർത്തയാണ്. FUGP വന്നപ്പോൾ, 4th ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പരിപാടി വന്നപ്പോൾ, 4 വർഷ കോഴ്സ് വന്നപ്പോൾ ഇഷ്ടമുള്ള ചേരാം, ഇഷ്ടമുള്ള ഇറങ്ങിപ്പോവാം, ജോലിക്ക് പോവാം, അങ്ങനെ വേണ്ട ജഗ പുകയാണ് സംവിധാനം, വിദ്യാഭ്യാസ സംവിധാനം. ഞാനിതൊക്കെ പറഞ്ഞു വരുന്നത് കർണാടകത്തിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. കോവിഡിനേക്കാൾ മാരകമായി, കൊറോണ വൈറസിനേക്കാൾ അതിമാരകമായി ലോകത്ത് വന്ന ഒരു വിഷയമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ലോകം മുഴുവൻ പടർന്ന് വളരെ വലിയ അന്താരാഷ്ട്ര പ്രശ്നമായതാണ് എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം. ഇമ്മ്യൂണിറ്റിയുടെ, മനുഷ്യൻ്റെ പ്രതിരോധ ശേഷി കുറയുന്നു എന്നുള്ളതാണ്. കുറയുകയും മരണത്തിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ എയ്ഡ്സ് ഉള്ള ആളുകളെ നമ്മൾ തൊട്ടാൽ എയ്ഡ്സ് വരും എന്നുള്ള രീതിയിൽ പോലും, അദ്ദേഹത്തിൻ്റെ സാമീപ്യം പോലും എയ്ഡ്സ് ഉള്ള ഒരാളെ സമീപിച്ചാൽ പോലും പ്രശ്നമാണ് എന്നുള്ള നിലയിൽ വലിയ ഭീതി ലോകത്തിനുണ്ടായിരുന്നു. പിന്നെ അവസാനം എയ്ഡ്സ് കൺട്രോൾ സംവിധാനങ്ങളൊക്കെ വന്നു, മെഡിസിൻ കണ്ടുപിടിച്ചു. ആ എയ്ഡ്സ് കൺട്രോളിന് ഉള്ള വലിയ നിയന്ത്രണങ്ങളൊക്കെ, എയ്ഡ്സ് കൺട്രോൾ ചെയ്യാനുള്ള നിയന്ത്രണങ്ങൾ വന്നു. സുരക്ഷിത ലൈംഗിക ഉപകരണങ്ങൾ വന്നു, കോണ്ടം പോലുള്ള സംവിധാനങ്ങൾ വന്നു, ഒരുപാട് ടാബ്ലറ്റുകൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എയ്ഡ്സ് പലപ്പോഴും കൺട്രോൾ ചെയ്യപ്പെട്ടു. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റികൾ രാജ്യത്താകെ തുടങ്ങി. കേരളത്തിലുണ്ട്, കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഉണ്ട്. അവർ വലിയ പ്രചരണം നടത്തുന്നു. വലിയ പ്രമാദമായ ക്ലാസ്സുകൾ, സെമിനാറുകൾ, NGO ആക്ടിവിറ്റികൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അങ്ങനെയൊക്കെയാണ് എയ്ഡ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്തത്. എന്നാൽ കഴിഞ്ഞ 2-3 ദിവസമായി കർണാടകത്തിൽ നിന്ന് വരുന്ന വാർത്ത അതീവ ഗൗരവമാണ്, ദുഃഖമുള്ളതാണ്, ഖേദകരമാണ്. കർണാടകത്തിൻ്റെ ഒരു കാര്യം, കേരളത്തിലെ കുട്ടികൾ മാംഗ്ലൂരിലും ബാംഗ്ലൂരിലും മൈസൂരിലും വളരെ വ്യാപകമായി ജോലിക്കും പഠിക്കാനും പോയിട്ടുണ്ട്. നഴ്സിങ്ങിനും, ഡോക്ടറാവാനും, എഞ്ചിനീയർ ആവാനും ഒക്കെ വിവിധ ജോലികൾ, MBA പഠിക്കാനും വിവിധ ജോലികൾക്കായി കർണാടകത്തിനും ബാംഗ്ലൂരിലും മാംഗ്ലൂരിലുമൊക്കെ മൈസൂരിലുമൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഒരു കണക്ക്, 2.5 ലക്ഷം പേരിലാണ് എയ്ഡ്സ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അവർ ഞെട്ടിയിരിക്കുകയാണ് കർണാടക ഗവൺമെൻറ്. അത് കൂടുതലല്ല, ഭൂരിപക്ഷവും 99.9% കോളേജ് വിദ്യാർത്ഥികളിലും ഈ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന യുവാക്കളിലും യുവതികളിലുമാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, ലൈംഗിക സ്വാതന്ത്ര്യം എന്നാൽ ലൈംഗിക അരാജകത്വമല്ല. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു IT സംവിധാനത്തിൽ, സ്ഥലം പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ അത് ശരിയല്ല, ഒരു IT സംവിധാനത്തിൽ എന്ന് മാത്രം പറയാം, ഒരു IT സമുച്ചയമുള്ള ഒരു സംവിധാനത്തിൽ, ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ഥലത്തുണ്ടല്ലോ, അതുകൊണ്ട് എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് കൂടി പരിചയമുള്ള, എൻ്റെ ഒരു പരിചയക്കാരായിട്ടുള്ള കുറച്ച് പ്ലംബർമാർ ഒരു ദിവസം അവിടെ പൈപ്പ് ബ്ലോക്കായി എന്ന് പറഞ്ഞ് വർക്കിന് പോയി. പൈപ്പ് ബ്ലോക്കാണ്, ഡ്രെയിനേജ് പൈപ്പ് ബ്ലോക്കാണ്. അങ്ങനെ വർക്കിന് പോയപ്പോൾ അവർ മണിക്കൂറുകൾ പണിയെടുത്ത് ബ്ലോക്ക് മാറ്റിയപ്പോൾ ടൺ കണക്കിന് കോണ്ടമാണ് അതിനകത്തുനിന്ന് എടുത്തത്. കോണ്ടം ഉപയോഗിക്കാം, ലൈംഗികമായി ബന്ധപ്പെടാം, 15 വയസ്സ് കഴിഞ്ഞാൽ ബയോളജിക്കലി ബന്ധപ്പെടാം, 18 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം, ലിവിങ് ടുഗദർ ആകാം,
21 വയസ്സ് കഴിഞ്ഞാൽ കല്യാണമാവാം, 18, 21 ഒക്കെ എല്ലാം. അതുകൊണ്ട് ലൈംഗികമായ ഇഷ്ടപ്പെടലും ഉഭയകക്ഷിപരമായ ലൈംഗിക ബന്ധപ്പെടലിനെ നിഷേധിക്കുക, തള്ളിപ്പറയുന്ന ആളല്ല ഞാൻ. പക്ഷേ അത് പലപ്പോഴും ഇത്തരം അസുഖങ്ങളിലേക്ക് പോകുന്ന ഒരു രീതി വന്നിട്ടുണ്ട്. 2.5 ലക്ഷം പേർക്ക് എയ്ഡ്സ് കണ്ടുപിടിച്ചു. അതുകൊണ്ട് വ്യാപകമായി എയ്ഡ്സിൻ്റെ ടെസ്റ്റ് നടത്താൻ കമ്പൾസറിയായി കർണാടക ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം, ആഗോളവൽക്കരിക്കപ്പെട്ട പുതിയ ലോകത്ത്, ഒരുപാട് സഞ്ചാരങ്ങളും യാത്രകളും ഒക്കെ ഉള്ള ഒരു ലോകത്ത് ഒരിക്കലും ഒരു സംസ്ഥാനത്ത് മാത്രമായി ഒരു അസുഖം കൺട്രോൾ ചെയ്ത് നമുക്ക് നിർത്താൻ പറ്റില്ല. എത്രയോ ആളുകളാണ് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലും പോയി ജോലി ചെയ്യുന്നത്. അവർക്കെല്ലാം ഇത് ഉണ്ടാവില്ല എന്നും അവർ കേരളത്തിൽ വന്നാൽ കേരളത്തിലുള്ളവർക്ക് ഇത് കിട്ടില്ല എന്നൊക്കെ എന്തുറപ്പാണ് വയ്ക്കാൻ പറ്റുക നമുക്ക്? എന്തായാലും 2.5 ലക്ഷം പേരെ എയ്ഡ്സിന് അവിടെ കണ്ടുപിടിച്ചു. അതുകൊണ്ട് കംപ്ലീറ്റ് ലക്ഷക്കണക്കിന് ആളുകളിൽ എയ്ഡ്സിൻ്റെ ടെസ്റ്റ് നടത്താൻ കർണാടക ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതൊരു വലിയ സൂചനയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ലൈംഗിക സ്വാതന്ത്ര്യമുണ്ട്, ലൈംഗിക അരാജകത്വത്തിലേക്ക് പോകരുത്. അങ്ങനെ പോയാൽ എയ്ഡ്സ് പോലുള്ള വിഷയങ്ങൾ ഒരിക്കൽ നമ്മൾ കൺട്രോൾ ചെയ്ത വിഷയം, പിടിച്ചു കെട്ടിയ കുതിര വീണ്ടും അശ്വമേധയാഗം നടത്തിയാൽ, യാഗത്തിന് പോകും പോലെ കുതിര അഴിച്ചുവിട്ട് പോയാൽ നമ്മൾ പിടിച്ചാൽ ഒരുപക്ഷെ കിട്ടുകയില്ല, കൈ വിട്ട് പോകും. പ്രത്യേകിച്ച് ന്യൂജൻ കുട്ടികൾ ഇത് വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. അവർ ശ്രദ്ധിച്ചാൽ മതി. കാരണം സ്വന്തം ലൈഫാണ് ഇല്ലാതാവുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാൾ ഉപയോഗം നിർത്തിയാലും അദ്ദേഹത്തിന് ദോഷമാണ്, ഉപയോഗിച്ചുകൊണ്ടിരുന്നാലും ദോഷമാണ്. സ്വയമാണ് ഇല്ലാതാവുന്നത്. അതുകൊണ്ട് ഇതിന് മറ്റൊരാൾ ബോധവൽക്കരിക്കേണ്ട കാര്യമില്ല. സ്വയം ബോധ്യത്തിലേക്ക് വരിക. എല്ലാ സ്വാതന്ത്ര്യത്തിൻ്റെയും അതിർവരമ്പെന്ന് പറയുന്നത് സ്വയം നിശ്ചയിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അതിർവരമ്പാണ്. അത് സ്വയം നിശ്ചയിക്കുക, സ്വന്തമായി തന്നെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക.